എന്താ പറഞ്ഞേ നമ്മളെ ജീവിതത്തിൽ നമ്മൾ നിത്യമായി അതായത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഗൂഗിൾ പേ, അതുപോലെ തന്നെ ഫോൺ പേ, പേടിഎം. ആര് പറഞ്ഞു? ഞാൻ ഇന്നും ഉപയോഗിച്ചില്ലല്ലോ. നിത്യമായി ഉപയോഗിക്കുന്നല്ലേ? പൈസയുള്ളവർ ഉപയോഗിക്കും, പൈസ ഇല്ലാത്തവർ ഉപയോഗിക്കില്ല. ഇന്നലെ ചായ കുടിക്കാൻ പോയപ്പോ ഹിബനോട് ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞപ്പോ ഇവന്റെ ബാങ്ക് ബാലൻസ് ഇൻസഫിഷ്യന്റ് ബാലൻസ് കാണിച്ച്. അപ്പൊ നമ്മൾ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്തപ്പോ 0.0098 എന്ന ഒരു അക്കമാണ് കാണിച്ചത്. അത് വെച്ചിട്ട് നീ നിന്റെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് പണം അയക്കുന്നത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മൾ കടം വാങ്ങും, അല്ലാണ്ട് വലിച്ചു നീട്ടാനുള്ള കാര്യം പറ. അപ്പൊ നമ്മൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ പേയിൽ ഇപ്പൊ നമ്മള് ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാല് ഷോപ്പിൽ എന്താ കഴിഞ്ഞാൽ കുറെ സ്പീക്കർ കണ്ടിക്കണോ? എന്ത് പാട്ടുണ്ട സ്പീക്കർ? പേടിഎമ്മിനും ഗൂഗിൾ ഫോൺ പേക്കൊക്കെ സ്പീക്കർ ഉണ്ട്. സ്പീക്കർ ബോക്സ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാല് ക്യാഷ് കിട്ടിയെന്ന് ഇങ്ങനെ അതിലിങ്ങനെ വിളിച്ച് പറയും. ആരാ വിളിച്ചു പറയാ? ഒരാളൊന്നല്ല, ഇപ്പൊ മമ്മൂക്കൊക്കെ വിളിച്ച് പറയുന്നത്. മമ്മൂട്ടി, അമിതാഭ് ബച്ചൻ വിളിച്ചു പറയുന്നുണ്ട്, മമ്മൂട്ടി വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ ഇടക്ക് ഹിബ ഒരു വോയിസ് കൊടുത്തിരുന്നു. പിന്നെ എന്താ വെച്ചാല് അതില് ആ ഒരു വോയിസിന്റെ ആ ഒരു ആഴം കൊണ്ടാകണം, അല്ലെങ്കിൽ ആ ഒരു വോയിസിന്റെ എന്താ പറയാ ആ ഒരു പവർ കൊണ്ടാണ് ഒരു ഒറ്റടിക്ക് റിജക്ട് ചെയ്ത് അവർക്ക് ആർക്കും ആ വോയിസ് എവിടെയും വേണ്ടെന്നായിരുന്നു പറഞ്ഞത്. എന്താ ഇബാന്റെ വോയിസ് എവിടെയും വേണ്ടെന്ന് പറയാൻ കാരണം ഇപ്പൊക്ക് ഫീലായോടാ. അപ്പൊ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഗൂഗിൾ പേയില് എന്താ വെച്ചാൽ നമുക്ക് ആ സ്പീക്കർ ബോക്സിൽ കേൾക്കുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് സ്പീക്കേഴ്സിൽ മാത്രം കേൾക്കുന്നതാണ് പലരും വിചാരിക്കുന്നത് അല്ലെ. ഷോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സ്പീക്കറിൽ മാത്രമേ കേൾക്കുള്ളൂ. പക്ഷെ സ്പീക്കറിൽ മാത്രമൊന്നല്ല, നമ്മുടെ സാധാ മൊബൈൽ ഫോൺസിൽ വരെ നമുക്ക് ആ ഒരു വോയിസ് കേൾക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഹിബ എനിക്കൊരു 1000 രൂപ അയച്ചെന്ന് വിചാരിക്കുക, അത് ഒരിക്കലും സംഭവിക്കില്ല അങ്ങനത്തെ ഒരു കാര്യം. കാരണം ഇവിടെ അക്കൗണ്ടിൽ ഒരിക്കലും 100 രൂപയുടെ മേലെ ഇതുവരെ പോയിട്ടില്ല. പക്ഷെ എങ്കിലും നമുക്ക് ഇമാജിൻ ചെയ്യാലേ, ഇമാജിനേഷനിൽ നമുക്ക് എന്തും ചെയ്യാലോ. അപ്പോൾ ഹിബ എനിക്കൊരു 1000 രൂപ അയച്ചു കഴിഞ്ഞാൽ ആ ഒരു അയച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു വോയിസ് ഉണ്ടല്ലോ, അതായത് ₹1000 ക്രെഡിറ്റഡ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു വോയിസ്, 1000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിയുന്നത്, അത് നമ്മുടെ ഫോണിൽ നമുക്ക് കിട്ടും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ഈ ഏത് ഗൂഗിൾ പേ ആണ് യൂസ് ചെയ്യണേ? ഏത് ഗൂഗിൾ പേ ആണ് യൂസ് ചെയ്യുന്നത്? അതാണ് ഒന്നാമത്തെ തെറ്റ്. ഒരു ഗൂഗിൾ പേ അല്ല ഉള്ളത്, ഗൂഗിൾ പേ ഫോർ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഗൂഗിൾ പേ ഉണ്ട്. ആ ഒരു ഗൂഗിൾ പേ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി, പ്ലേ സ്റ്റോറിൽ കിട്ടും. എനിക്ക് പ്ലേ സ്റ്റോർ ഉണ്ടോ? ഐഫോൺ യൂസേഴ്സ്. ഈ മിറർ സെൽഫി മാത്രം എടുക്കുന്ന ആളല്ലേ? ഐഫോൺ കാണിക്കാൻ വേണ്ടിയിട്ടില്ലേ മിറർ സെൽഫി മാത്രമല്ല എടുക്കാറുള്ളൂ. അങ്ങനത്തെ ആ ഒരു അപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, ഗൂഗിൾ പേ ഫോർ ബിസിനസ് എന്ന് പറയുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിസിനസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവസാനം ഇതിൽ വോയിസ് ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അതായത് ആ ഒരു പൈസ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വോയിസിൻ്റെ ആ ഒരു കാര്യം വേണമെങ്കിൽ അത് ഓൺ ആക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഇനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആര് നമുക്ക് പൈസ അയച്ചു കഴിഞ്ഞാൽ എന്താവും പറയും? സൗണ്ട് വരും, ആ ഒരു വോയിസ് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. സോ ഇത്രക്ക് സിമ്പിളാണ് ഈ ഒരു കാര്യം. സോ നിങ്ങൾക്കും ആ ഒരു വോയിസ് നിങ്ങളുടെ ഫോണിൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. സോ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മുടെ കയ്യിൽ ഇനിയുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ കെൻമി ഡിജിറ്റൽ അക്കാഡമി.